ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ വീഡിയോക്കൊക്കെ കിടുക്കാച്ചി സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചങ്ങാതിമാർക്കുള്ള ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ആദ്യം തന്നെ ഒരു കിടുക്കൻ കാറ്ററിംഗ് സ്റ്റൈലിലുള്ള അവിയലിൻ്റെ റെസിപ്പി കേട്ടോ. ദേ സ്മെല്ലിന് ഒരു രക്ഷയില്ല കേട്ടോ. അതിന് വേണ്ട ഒരു കിടുക്കാച്ചി വെജിറ്റബിൾ കേട്ടോ. പടവലങ്ങ ദേ കണ്ടല്ലോ, നല്ല നീളത്തിലങ്ങ അരിയുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വെള്ളരിക്ക കേട്ടോ. വെള്ളരിക്ക ഇതുപോലെ തന്നെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം. അവിയലിന് കട്ട് ചെയ്യേണ്ട അറിയാമല്ലോ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക്. കൂടെ പയർ അതും ഇതുപോലെ കനകുനാന്ന് നീളത്തിലറിയുക. പിന്നെ ഉരുളക്കിഴങ്ങ് അതും ഇതുപോലെ പീൽ ചെയ്തിട്ട് ഇങ്ങനെ അരിയുക. ചേന അതും ഇതുപോലെ തന്നെ അരിയുക. ഇതിനൊരു 10-15 കൂട്ടം വെജിറ്റബിൾ തന്നെ വേണം കേട്ടോ അവിയലും ഉണ്ടാക്കുമ്പോൾ. എന്നാൽ അതിനൊരു കിഴകത്തുണ്ടാവുള്ളൂ എന്നാ പറഞ്ഞാലും. പിന്നെ പച്ചക്കായ, ക്യാരറ്റ് ഇതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. ആ ചാനലിലൊന്ന് കയറി ഒന്ന് കാണ്. ഇടുക്കം വീഡിയോകൾ അതിനകത്ത് കിടക്കുന്നത്. ഒന്നും നോക്കണം, കണ്ണടച്ചങ്ങ് ഫോളോ ചെയ്തോ ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്തോ. അതിൻ്റെ കൂടെ ദേ പച്ചമാങ്ങയും ദേ ഇതുപോലെ നീളത അരിയുക. പച്ചമാങ്ങ കരിയുമ്പോഴേക്കും അവിയലിൻ്റെ ചെറിയൊരു പുളിപ്പും കൂടെ കിട്ടുമ്പോൾ സംഭവം വേറെല്ലാം. ഇച്ചിരി എരിവിന് ദേ പച്ചമുളക് ദേ ഇതുപോലെ കീറിങ്ങിടുക. ശേഷം നല്ല സ്റ്റൈലായിട്ട് ദേ ഇതുപോലെ ഒന്ന് ഉരുളി ചൂടാക്കുക. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ കട്ട് ചെയ്ത വെജിറ്റബിൾ എല്ലാം കൂടെ അതിലേക്കൊരു മറിക്കുക. അതേ ഇതുപോലെ അങ്ങ് കട്ടക്കിങ് മറിച്ച ശേഷം ഇവനൊന്ന് ലെവലാക്കി ഒന്ന് സെറ്റാക്കി അങ്ങ് വെക്കുക കേട്ടോ. എന്നിട്ട് ഭംഗിയായിട്ട് സെറ്റാക്കിയ ശേഷം ഒരു 2 സ്പൂണങ്ങ് ഇതേ മഞ്ഞപ്പൊടി ഇങ്ങ് വാരി വിതറിക്കും. മഞ്ഞപ്പൊടി ഇങ്ങ് വാരി വിതറിയ ശേഷം എൻ്റെ ചങ്ങാതി ആവശ്യത്തിന് ഉപ്പങ്ങ് വാരി വിതറിക്കും. ഇതേ കണ്ടില്ലേ, അളവെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യളവാണ് കേട്ടോ. എന്നിട്ട് കരിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങ് കരിവേപ്പില അങ്ങ് മറിച്ചു. എന്നിട്ട് വെളിച്ചെണ്ണയും കൂടെ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും ഒരു സ്മെല്ലാണ് എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ദേ ഇതുപോലെ നല്ല കറക്കിയ ശേഷം ഇവനെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ടോ അതുപോലെ കുറുപ്പി വെച്ചോ ഇതൊക്കെ വെച്ചെങ്കിൽ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. മസാലയൊക്കെ മൊത്തത്തിലങ്ങ് നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക കണ്ടോ. ഇതുപോലെ അങ്ങ് മസാലയൊക്കെ അങ്ങ് പിടിച്ച് വരുമ്പോഴേക്ക് നമുക്കിതിന് വേവിക്കാൻ വെക്കണമല്ലോ. അപ്പം ഇവനെ ഒന്ന് കൂട്ടി പിടിപ്പിച്ച ശേഷം ഒരടപ്പൊക്കെ ഇതുപോലെ വെച്ച ശേഷം ചെറിയ ചൂടത്തങ്ങ് വേവാൻ വെക്കുക. ആ സമയത്ത് ഇതിന് വേണ്ട അരപ്പായ ചെറുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്ര സാധനം ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ദേ ഇതുപോലെ ആക്കിയെടുക്കുക. ശേഷം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവനെ മൊത്തത്തിലൊന്ന് ദേ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. ശേഷം ദേ വെജിറ്റബിൾ ഒരു ഹാഫ് ഡൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുക, മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ഇച്ചിരി നേരം കൂടെ ഇതുപോലെ അടച്ച് വെച്ച് ഒന്ന് വേവാൻ വെക്കുക. കുഴഞ്ഞ പോലെ വെജിറ്റബിൾ ഓവർ ബോയിലായി പോവുകയും ചെയ്യല്. ഒരു കറക്റ്റ് പാകത്തിന് വേണം, കടിക്കാൻ കിട്ടുന്നൊരു പാകം വേണം. ആ പാകത്തിനായി കഴിയുമ്പോഴേക്ക് ഇതേ അരപ്പെടുത്തൊരു മറിക്കുക. എന്നിട്ട് മൂടി വെക്കുക. കുറച്ച് നേരം മൂടി വെച്ച ശേഷം അവനത് ഇതുപോലെ ഒന്ന് അരപ്പും കൂടെ ഒന്ന് ചൂടാക്കിയ ശേഷം ദേ തൈര് ഒഴിച്ച് കൊടുക്കുക. തൈരും കൂടെ ഒഴിച്ച ശേഷം ഇവനത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ അവിയലിനൊരു സ്മെല്ല് വരും എൻ്റെ ചങ്ങാതി. ആ വെളിച്ചെണ്ണയുടെയും ആ അരപ്പിൻ്റെയും ഒരു സ്മെല്ല് വരുമ്പം കിള്ളി പോകും എൻ്റെ ചങ്ങാതി. സംഭവം ദേ ഇതുപോലെ കുഴാന്നിരിക്കും സാധനം. ഇതാണ് കാറ്ററിംഗുകാരൊക്കെ ഉണ്ടാക്കുന്ന കിടുക്കാച്ചി അവിയൽ. ഇതൊക്കെ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്ക്. സംഭവം എങ്ങനെയാണ്. ഇറച്ചി മീനൊക്കെ മാറിയിരിക്കും എൻ്റെ ചങ്ങാതി. ഇത് കൂട്ടി ചോറിന് വേറെ ഒരു കറിയും വേണ്ട. ഇതങ്ങ് സൈഡിലേക്ക് വെച്ചിട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് അവസാനം നല്ല നല്ല പച്ച വെളിച്ചെണ്ണ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ ശേഷം കറിവേപ്പില നല്ല സ്റ്റൈലായി വാരി വിതറുക. എന്നിട്ട് ദേ ഇതുപോലെ ഒരു മറിക്കുക. എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടി വലിയ പട്ടപ്പാടൊന്നും ഇല്ലെന്നേ. ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാർക്ക്. അപ്പോൾ നേരെ ഈ സാധനം ഇതുപോലെ റെഡിയാക്കിയ ശേഷം വീട്ടിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ മേടിക്കുക, ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ വാരി വിതറ എൻ്റെ